നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSCയിൽ നിന്നും ഇപ്പോൾ വന്ന ഒരു അറിയിപ്പ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന LDC LGS എക്സാമുകളുടെ തീയതി PSC നീട്ടിവെച്ചിട്ടുണ്ട്. 2021 ഒക്ടോബർ മാസം 23-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിരുന്ന LD ക്ലർക്ക് മുഖ്യ പരീക്ഷയും 2021 ഒക്ടോബർ മാസം 30-ാം തീയതി നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ്, ബോർഡ് ലാസ്കർ, സീമാൻ തുടങ്ങിയ തസ്തികകളുടെ മുഖ്യ പരീക്ഷയും സാങ്കേതിക കാരണങ്ങളാൽ യഥാക്രമം 2021 നവംബർ മാസം 20, 27 തീയതികളിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോ LD ക്ലർക്കിന്റെ ഡേറ്റ് നവംബർ മാസം 20-ഉം LGSന്റെ ഡേറ്റ് നവംബർ മാസം 27-ഉം ആണ്. അപ്പോൾ ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് PSC നവംബർ മാസത്തിലെ കലണ്ടറും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കലണ്ടറും കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നവംബർ മാസത്തിലെ കലണ്ടർ. നവംബർ മാസത്തിൽ ഉള്ള ബാക്കി പരീക്ഷകളും കൂടി നമുക്ക് നോക്കാം. നവംബർ 1-ാം തീയതി UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എക്സാം ആണ്. നവംബർ 2-ാം തീയതി LD ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോയിങ്. നവംബർ 2-ാം തീയതി തന്നെ കന്നഡ ആൻഡ് മലയാളം നോയിങ്ങിന്റെ NCA നോട്ടിഫിക്കേഷൻ എക്സാം ആണ്. ഹിന്ദു നാടാർ വിഭാഗത്തിന്റെ എക്സാം ആണ്. അന്ന് തന്നെ SIUC നാടാർ വിഭാഗത്തിന്റെ LD ക്ലർക്ക് എക്സാം ഉണ്ട്. 3-ാം തീയതി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 ആലപ്പുഴ, വയനാട് ജില്ലകളിലേക്കുള്ള എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 മെഡിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ഉണ്ട്. 5-ാം തീയതി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2ന്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നവംബർ 5-ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലേക്കുള്ള എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നവംബർ 6-ാം തീയതി അക്കൗണ്ടന്റ് കാഷ്യർ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 6-ാം തീയതി തന്നെ അക്കൗണ്ടന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. 6-ാം തീയതി ജൂനിയർ ഓഡിറ്റ് അസിസ്റ്റന്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. 6-ാം തീയതി അക്കൗണ്ടന്റ് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേഷൻ സെക്ടർ ഇൻ കേരള. 6-ാം തീയതി തന്നെ അക്കൗണ്ടന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് മത്സ്യഫെഡിലേക്കുള്ള പരീക്ഷയാണ്. 6-ാം തീയതി മത്സ്യഫെഡിലേക്കുള്ള പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറിയിലേക്ക് വേണ്ടി അക്കൗണ്ടന്റിന്റെ എക്സാം. 6-ാം തീയതി തന്നെ ജൂനിയർ അക്കൗണ്ടന്റ് ഗ്രേഡ് 2. അപ്പൊ ഈ പറഞ്ഞ 9 മുതൽ 15 വരെയുള്ള തസ്തികകളിലേക്ക് കോമൺ ടെസ്റ്റ് ആയിരിക്കും. ഇനി അടുത്തത് 8-ാം തീയതിയാണ് പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 2. 8-ാം തീയതി തന്നെ ഓവർസിയർ ഗ്രേഡ് 3, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എക്സാം ഉണ്ട്. അതിന് രണ്ടിനും കോമൺ ടെസ്റ്റ് ആയിരിക്കും. 9-ാം തീയതി അസിസ്റ്റന്റ് ദന്തൽ സർജൻ ഹെൽത്ത് സർവീസസിലേക്കുള്ള എക്സാം ഉണ്ട്. 10-ാം തീയതി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈൻ. 11-ാം തീയതി അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ബൈ ട്രാൻസ്ഫർ ആണ്. 11-ാം തീയതി സർജിയൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. 11-ാം തീയതി സർജിയൻ വേരിയസ്, അത് ഓരോരോ ജില്ലകളിലേക്ക് അന്ന് എക്സാം ഉണ്ട്. കോമൺ ടെസ്റ്റ് തന്നെയാണ്. 13-ാം തീയതി ഗോഡൌൺ മാനേജറിന്റെ പരീക്ഷയുണ്ട്. 13-ാം തീയതി തന്നെ യൂണിറ്റ് മാനേജറിന്റെ പരീക്ഷയുണ്ട്. 13-ാം തീയതി തന്നെ യൂണിറ്റ് മാനേജർ കാറ്റഗറി LC/AI എക്സാം ഉണ്ട്. 13-ാം തീയതി അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ പാർട്ട് 1 ജനറൽ കാറ്റഗറിയുടെ പരീക്ഷയുണ്ട്. അന്ന് തന്നെ പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറിയുടെ പരീക്ഷയുണ്ട്. 13-ാം തീയതി ജൂനിയർ ക്ലർക്ക് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. 13-ാം തീയതി ജൂനിയർ ക്ലർക്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പൊ കുറെ പേർക്ക് ഇന്നലെ ആയിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 23-ാം തീയതി തൊട്ട് സെപ്റ്റംബർ മാസം 11-ാം തീയതി വരെ, ഓഗസ്റ്റ് 23 തൊട്ട് സെപ്റ്റംബർ മാസം 11 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾക്കാണ് ആ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ,
13-ാം തീയതി അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റന്റ് അപ്പെക്സ് സൊസൈറ്റിയുടെ എക്സാം ഉണ്ട്. മത്സ്യഫെഡിന്റെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം 13-ാം തീയതി. അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റിന്റെ എക്സാം വന്നുണ്ട്. ക്ലർക്ക് ഗ്രേഡ് 1ന്റെ എക്സാം വന്നുണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ. 13-ാം തീയതി LD ക്ലർക്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ എക്സാം ഉണ്ട്. ഗോഡൌൺ മാനേജറിന്റെ എക്സാം 13-ാം തീയതി ഉണ്ട്. 13-ാം തീയതി ഒരുപാട് പരീക്ഷയുണ്ട്. ജൂനിയർ ക്ലർക്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ പരീക്ഷയുണ്ട്. അങ്ങനെ എല്ലാത്തിനും കൂടി 24 മുതൽ 38 വരെ ഇപ്പൊ പറഞ്ഞ കാറ്റഗറിക്ക് എല്ലാം കൂടെ വേണ്ടി കോമൺ ടെസ്റ്റ് ആയിരിക്കും. 15-ാം തീയതി പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് കന്നഡ, ഹൈസ്കൂൾ അസിസ്റ്റന്റ് കന്നഡ ഓരോ ജില്ലകളിലേക്ക് വേണ്ടിയുള്ളതാണ്. അതിന് രണ്ടിനും കോമൺ ടെസ്റ്റ് ആണ്. 16-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഉറുദു, 16-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഉറുദു ഡിഫറെന്റ് ജില്ലകളിലേക്ക് വേണ്ടിയിട്ടുള്ളത്. 16-ാം തീയതി പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു പാലക്കാട് ജില്ലയിലേക്ക് വേണ്ടിയിട്ടുള്ളത്. 41 മുതൽ 43 വരെ കോമൺ ടെസ്റ്റ് ആയിരിക്കും. 17-ാം തീയതി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ LPS അറബിക് വിഭാഗത്തിന്റെ പരീക്ഷയുണ്ട്. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് അന്ന് തന്നെ പരീക്ഷയുണ്ട്. 17-ാം തീയതി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS അതിനൊക്കെ കോമൺ ടെസ്റ്റ് ആയിരിക്കും. 44, 45, 46 കോമൺ ടെസ്റ്റ് ആയിരിക്കും. 18-ാം തീയതി പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPSന്റെ പരീക്ഷ 18. 19-ന് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്, 19-ന് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് കോമൺ ടെസ്റ്റ് ആണ്. 20-ാം തീയതി അപ് ടു SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ ലോവർ ഡിവിഷൻ ക്ലർക്ക്. അപ്പോൾ LD ക്ലർക്കിന്റെ മെയിൻ പരീക്ഷ നവംബർ 20-നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. 22-ന് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു, 23 നഴ്സ് ഗ്രേഡ് 2, 24 നഴ്സ് ഗ്രേഡ് 2 ആയുർവേദ സിലബസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 25 ഇലക്ട്രീഷ്യന്റെ പരീക്ഷയുണ്ട്. 25-ന് ഇലക്ട്രീഷ്യൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പരീക്ഷയുണ്ട്. 25-ന് തന്നെ ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 2 കേരള സെറാമിക്സ് ലിമിറ്റഡിന്റെ പരീക്ഷയുണ്ട്. 25-ന് ഇലക്ട്രീഷ്യൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ പരീക്ഷയുണ്ട്. അതുപോലെ കേരള സെറാമിക്സ് ലിമിറ്റഡിന്റെ ഇലക്ട്രീഷ്യൻ എക്സാം ഉണ്ട്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഇലക്ട്രീഷ്യൻ പരീക്ഷ 25-ാം തീയതിയാണ്. എല്ലാത്തിനും കൂടെ കോമൺ ടെസ്റ്റ് ആയിരിക്കും. 27-ാം തീയതിയാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് സീമാൻ ഒക്കെ പരീക്ഷ വരുന്നത്. അതായത് LGS കാറ്റഗറിയുടെ പരീക്ഷ വരുന്നത് 27 നവംബർ 27. 29 റിസർച്ച് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഒക്കെ കൺഫർമേഷൻ 23-ാം തീയതി തൊട്ടാണ്. പക്ഷേ ഇതിന്റെ LGSന്റെ ഒക്കെ കൺഫർമേഷൻ വന്നിട്ടില്ല. കാരണം അതിന്റെ പ്രിലിമിനറി എക്സാമിന്റെ റിസൾട്ട് വന്ന ശേഷമായിരിക്കും കൺഫർമേഷൻ വരുന്നത്. 30-ാം തീയതി LD ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ്, 30-ാം തീയതി LD ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് മുസ്ലിം കാറ്റഗറിക്ക് വേണ്ടിയുള്ള പരീക്ഷ കോമൺ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോ ഇത്രയാണ് നവംബർ മാസം നടത്താൻ ഉദ്ദേശിക്കുന്ന പരീക്ഷകൾ. അപ്പോൾ ഇതിന് കൺഫർമേഷൻ 23-ാം തീയതി മുതൽ 11-ാം തീയതി വരെ, അതായത് സെപ്റ്റംബർ മാസം 11-ാം തീയതി വരെ നൽകാവുന്നതാണ്. അപ്പോൾ LD ക്ലർക്കിന്റെയും LGSന്റെയും ഒക്കെ പരീക്ഷ ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊരു ന്യൂസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉടനെ തന്നെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും കാണാം. താങ്ക്